മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ ശിവരാജ് സിംഗ് ചൗഹാൻ മത്സരിക്കുന്ന മണ്ഡലമാണ് മധ്യപ്രദേശിലെ വിദിഷ. ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള സജീവമായ തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ മണ്ഡലം. മധ്യപ്രദേശിലെ പൗരാണിക പ്രാധാന്യമുള്ള മണ്ഡലമാണ് വിദിഷ. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും പ്രത്യേകതകൾ ഏറെയുള്ള പ്രദേശം. കർഷകർ, കരകൗശല തൊഴിലാളികൾ, നഗരവാസികൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന വോട്ടർ അടിത്തറയുള്ള മണ്ഡലം. ഇവിടുത്തുകാരുടെ മാമാജിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ഒരു ഘട്ടത്തിൽ ബിജെപിയുടെ ഭാവി നേതാവായി നരേന്ദ്രമോദിക്കൊപ്പം തന്നെ പരിഗണിക്കപ്പെട്ടയാൾ. വാജ്പേയി യുഗം അവസാനിച്ച ശേഷം എൽ.കെ. അദ്വാനി അല്ലാതെ മറ്റൊരാളെ പാർട്ടി അന്വേഷിച്ചപ്പോൾ ആദ്യം ഉയർന്നു കേട്ട പേര്. മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി നിന്ന ബിജെപി നേതാവ്. ഇത്തവണ ശിവരാജ് സിംഗ് ചൗഹാനിലൂടെ മണ്ഡലം ഉറപ്പിക്കുവാനുള്ള വിശ്വാസത്തിലാണ് ബിജെപി. മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തും മുൻപ് ചൗഹാൻ ലോക്സഭയിൽ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് വിദിഷ. 1991 മുതൽ 5 തവണ ഇവിടെ അദ്ദേഹം ജയിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അന്ന് ചൗഹാനെ ബിജെപി പരിഗണിച്ചില്ല. എന്നാൽ ഇന്ന് ലോക്സഭയിലേക്ക് ആശ്രയിച്ചേ പറ്റൂ എന്ന സാഹചര്യമാണ് ബിജെപിക്കുള്ളത്. ബിജെപി അധികാരത്തിലെത്തുമ്പോൾ ദില്ലിയിൽ ചൗഹാനെ തനിക്ക് ആവശ്യമുണ്ടെന്ന് തുറന്നു പറഞ്ഞായിരുന്നു ഇത്തവണ മോദിയുടെ വിദിഷയിലെ പ്രചാരണം. വാജ്പേയിക്കും സുഷമ സ്വരാജിനും ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തോടെ ദില്ലിയിൽ രണ്ടാം ഇന്നിംഗ്സ് തുടങ്ങാനാണ് ചൗഹാന്റെയും ശ്രമം. വിദിഷയിൽ പഴയ പടക്കുതിരയായ പ്രതാപ് ഭാനു ശർമ്മയെയാണ് കോൺഗ്രസ് ഇത്തവണ പരീക്ഷിക്കുന്നത്. 1980-ലും 1984-ലും ഇവിടെ നിന്നും ജയിച്ച അദ്ദേഹം നിലവിൽ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. മണ്ഡലത്തിന്റെ നിലവിലെ സാഹചര്യം പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമല്ല. 5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കായിരുന്നു കഴിഞ്ഞ തവണ ബിജെപിയുടെ രമാകാന്ത് ഭാർഗവ് ഇവിടെ ജയിച്ചത്. അതിനു മുൻപുള്ള 2 തെരഞ്ഞെടുപ്പുകളിലും വിജയ് സുഷമ സ്വരാജ്. ചുരുക്കത്തിൽ വിദിഷ ദില്ലി റോഡിൽ ചൗഹാന് തടസ്സങ്ങളില്ല. സിന്ധുരി വിജയൻ, ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.